ഞാൻ ഇയാൾ പിന്നെ ഇവിടെ ഡാൻസ് കളിക്കുന്നു. ഹൈ റേഞ്ചിൽ റിജു ബ്ലോഗ്സിൻ്റെ കയ്യിലൊരു പിഞ്ഞ സെറ്റിങ്സ് ഉള്ള ഫോൺ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ഈ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് പിഞ്ഞ സെറ്റിങ്സ് ഉള്ള ഫോണ് റിജുവിൻ്റെ അടുത്ത് വന്നേക്കണത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു അറിയാനുള്ളൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നിപ്പോൾ ഇവിടെ നിന്നൊരു യാത്ര തുടങ്ങുകയാണ്. സ്ഥലം കൂട്ടാറ്. അപ്പോൾ കൂട്ടാറിൽ ചെന്ന് റിജുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പിഞ്ഞ സെറ്റിങ്സ് ഉള്ള ഫോൺ കിട്ടുമെങ്കിൽ റിജുവിൻ്റെ നിന്ന് അത് വാങ്ങിക്കാനായിട്ട് നമ്മളൊരു യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ പിഞ്ഞ സെറ്റിങ്സ് ഉള്ള ഫോണുള്ള തപ്പിയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ റിജാസ് വ്ലോഗ്സിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റിജാസ് കൂട്ടാറിന് നമ്മൾ ഇമ്പൾസ് മൊബൈൽസിൻ്റെ വക കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിജാസിന് അത് കൈമാറാൻ പോവാണ്. വീഡിയോ ചെയ്യാനായിട്ട് സാംസങ്ങിൻ്റെ അടിപൊളി ക്യാമറ ഉള്ള ഒരു A55 ഫോണ് റിജാസിന് ഇമ്പൾസ് മൊബൈൽസിൻ്റെ വക സമ്മാനമായി നൽകുന്നു. അതേപോലെ തന്നെ ഈ ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെയാണ് റിജാസ് ജിമ്പലായിട്ട് ഉപയോഗിക്കണം. അതിന് പകരം പുള്ളിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു ജിമ്പൽ സമ്മാനമായിട്ട് നൽകുന്നു. അത് കണക്ക് തന്നെ ബ്ലോഗർമാരൊക്കെ ഉപയോഗിക്കണ കണക്കുള്ള ബ്ലോഗേഴ്സ് മൈക്ക് ഒരെണ്ണം റിജാസിന് സമ്മാനമായിട്ട് നൽകുന്നു. അതുപോലെ തന്നെ റിജാസ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ റിജാസിന് സ്മാർട്ട് വാച്ച് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് നൽകുന്നു ഇമ്പൾസ് മൊബൈൽസിൻ്റെ വക. ഞാൻ ഇയാൾ പിന്നെ ഇവിടെ ഡാൻസ് കളിക്കുന്നു. റിജാസ് വ്ലോഗ്സിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് സ്ഥലം എവിടെയാ? കൂട്ടാറിൽ. ഒന്ന് പേരും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞ് റിജാസ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് റിജാസ്. ഞാൻ താമസിക്കുന്ന കൂട്ടാറാണ്. വീട്ടിൽ ഞാനും അമ്മയേ ഉള്ളൂ. ഇപ്പം ഏലത്തിന് പണിയാണ്, കൂലിപ്പണിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നു. ഇംപ്ലസ് വിളിച്ചായിരുന്നു, അതായത് മെസ്സേജ് ഇട്ടു, ഗിഫ്റ്റായിട്ട് ഒരു സാംസങ്ങിൻ്റെ ഫോൺ തരാമ്. അപ്പം അങ്ങനെ ഇതായി കോണ്ടാക്ട് ചെയ്തു. നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? വലിയ പ്രതീക്ഷയില്ല. എന്നിട്ടോ ഇപ്പം സന്തോഷമായോ? ഞേഞ്ഞാശാന്, അത് കണക്ക് തന്നെ പിഞ്ഞ സെറ്റിങ്സ്, പിന്നെ വേറെ ജിങ്കിടി മാമന്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിലവിൽ ഉള്ളതാണോ? അതെയോ? ഇല്ല, ക്രിയേറ്റ് ഇപ്പോൾ ഹെൽത്തിൻ്റെ നടക്ക് നമുക്കിപ്പോൾ ഈ ഓരോ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഓരോ സംഭവങ്ങൾ കാണുമല്ലോ, അതായത് ഓരോ ജീവികളൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഓരോ ഇതായിട്ട് നമ്മൾ ഇടുന്ന ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ തൊട്ട് യൂട്യൂബ് 2 പ്രാവശ്യം പൊട്ടി പാളിസായി. 3ാമത്തെ തവണ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയൊന്ന് കുറേ പേരുടെ കളിയാക്കലുകളും എല്ലാം സഹിച്ച് നമ്മളെങ്ങനെ ഒന്ന് രക്ഷപ്പെടും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നത്. ഞങ്ങളത് കാണിച്ചു തരാമോ ഈ ഏലത്തോട്ടം നിന്റെ വീഡിയോ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ? എനിക്ക് അന്നേരം വിളിക്കുന്നു, എന്തെങ്കിലും ഫോൺ കാണുന്നു, പിന്നെ പെട്ടെന്ന് വരുന്നു, അന്നേരം വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ പരിപാടി. പിന്നെ കൂലിപ്പണിക്ക് ഇടയ്ക്ക് ഇത് ഞാൻ ഇയാൾ പിന്നെ ഇവിടെ ഡാൻസ് കളിക്കുന്നു. ഇതത്തെ ഒറിജിനൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതത്ത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി കളർ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ ചെയ്യുന്നു. ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് എനിക്കിത് ആദ്യമായിട്ടാണ്. ഞാൻ ഇയാൾ പിന്നെ ഇവിടെ ഡാൻസ് കളിക്കുന്നു.